ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തിയത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, വളരെ സംയമനത്തോടെ ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ചോദിക്കുകയും വളരെ നിഷ്പക്ഷമായി തന്നെ വ്യവസ്ഥാപിതമായി തന്നെ ഉത്തരം പറയുകയും ചെയ്ത് ഇത് വളരെ സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ആ നെട്ടൂർ ടീം നേരത്തെ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രശ്നമുണ്ടാക്കി അതേ മുറക്ക് ഈ മുഖാമുഖത്തിലും വന്ന് പ്രശ്നമുണ്ടാക്കാൻ തീരുമാനിച്ച ചില ആളുകൾ ബോധപൂർവം ഇവിടെ എത്തുകയും അതുപോലെ ഇതിന്റെ അവസാനത്തിൽ ഒരു ഒച്ചയുണ്ടാക്കി, ഒരു അടിയുണ്ടാക്കി, ഒരു ബഹളമുണ്ടാക്കി പോകാം എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തകരെല്ലാം അവരവരുടെ സീറ്റിൽ ഇരിക്കുക. ആരാണ് ബഹളമുണ്ടാക്കുന്നത് എന്നത് കൃത്യമായി ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. അവരെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് വേർതിരിച്ചു തന്നെ അറിയേണ്ടതുണ്ട്. ഇത് ഇന്ത്യയാണ്, ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെയുള്ള ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി മാന്യമായി നടത്തുന്ന ഒരു പരിപാടി. അത് കലക്കാൻ വന്ന ആ ആളുകൾ ആരായിരുന്നാലും അവരെ കാണണം, അവരെ അറിയണം, അവരെ ഐഡന്റിഫൈ ചെയ്യണമെന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെല്ലാം ആ സീറ്റിൽ ഇരിക്കുക. ഇനി ബഹളം ഉണ്ടാക്കുന്നത് മാത്രം നിൽക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തകരും സീറ്റ് വന്നിരിക്കുക. ആ ബഹളം ഉണ്ടാക്കുന്നവനാര്? അവൻ മാത്രം നിന്നാൽ മതി. ബഹളമുണ്ടാക്കുന്നവൻ മാത്രം നിന്നാൽ മതി. ബാക്കിയുള്ളവരൊക്കെ വന്നിരിക്കൂ. ബഹളമുണ്ടാക്കുന്നവരെ മാത്രം ഒന്ന് കാണട്ടെ. ഞങ്ങള് ഇവിടെ ബഹളമുണ്ടാക്കാൻ വന്നവരെ മാത്രം ഒന്ന് കാണട്ടെ. ഇവിടെ ഒച്ചുണ്ടാക്കാൻ വന്നവരെ മാത്രം ഒന്ന് കാണട്ടെ. മുഴുവൻ പ്രവർത്തകരും സീറ്റിൽ വന്നിരിക്കുക. ആരാണ് ഇവിടെ ഒച്ചുണ്ടാക്കാൻ വന്നവൻ? ആരാണ് ഇത് കലക്കാൻ വന്നവൻ? അവനെ മാത്രം ഒന്ന് കാണട്ടെ. അങ്ങനെ കാണട്ടെ. ഇവിടെ വന്നിട്ട് മാന്യമായി നടക്കുന്ന ഒരു പരിപാടി വന്ന് സ്ഥിരം ഒരു പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾ എന്താ ഇവിടെ മുസ്ലിങ്ങളില്ലേ കൂട്ടരെ? നിരവധി മധ്യസ്ഥരില്ലേ? ഒരുപാട് ആളുകൾ കാണുന്നില്ലേ? ഇവിടെ നിയമപാലകരില്ലേ? നിയമം അത് പാലിക്കുവാനും അനുശാസിക്കുവാനും അവകാശപ്പെട്ടവരില്ലേ? നിങ്ങളെല്ലാവരും, നമ്മുടെ പ്രവർത്തകർ ഒരാൾ പോലും എഴുന്നേറ്റ് നിൽക്കരുത്. എല്ലാവരും ഇവിടെ ഇരിക്കുക. എല്ലാവരും സ്ഥിരം പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ചില ക്രിമിനലുകൾ, അവരെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ക്രിമിനലുകളെ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുക. ആരാണ് ഒരു സദസ്സിൽ വന്നിട്ട് ഇവിടുത്തെ നിയമപാലകരുടെ പെർമിഷനോടെ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ആദ്യം അവരെ അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ അവരെ മാത്രം ഒന്ന് അറിയണം. പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ആളാരാണ് അയാളെ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള ആരും അറിയേണ്ടതില്ല. അവിടെ നിൽക്കുക. ബാക്കിയുള്ള ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരാരാണ് അവര് മാത്രം അറിയുക. ബാക്കിയുള്ളവരൊക്കെ അടിക്കുക. മാന്യമായി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം ഈ പരിപാടിയിൽ പങ്കെടുത്താൽ മതി. ആരെയും നിർബന്ധിച്ചിട്ടില്ല. നിർബന്ധമില്ല. നമ്മുടെ പ്രവർത്തകരെല്ലാവരും അവരവരുടെ സദസ്സിൽ ഇരിക്കുകയും അതുപോലെ തന്നെ അവരവരുടെ സീറ്റിൽ ഇരിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നെട്ടൂര് മോഡൽ എല്ലായിടത്തും വന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ആദർശത്തെ ആദർശം കൊണ്ടാണ് നേരിടേണ്ടത്. കൈബലം കൊണ്ടല്ല, കൂക്കിവിളി കൊണ്ടല്ല, മറ്റെന്തെങ്കിലും കൊണ്ടല്ല. അതുകൊണ്ട് നേരിട്ടാൽ ഒന്നും ഇവിടെ തകരില്ല. നേരെ മറിച്ച് മാന്യമായി മുജാഹിദ് പ്രസ്ഥാനം വളരെ സുന്ദരമായി നടത്തിയ മുഖാമുഖം വളരെ സുന്ദരമായി തന്നെ അതിന്റെ പാരമ്യതയിലെത്തുമ്പോൾ ഒരാൾക്കും ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത രൂപത്തിൽ വളരെ സുന്ദരമായി ചോദിക്കാൻ അവസരം കൊടുത്ത് ചോദ്യകർത്താക്കളെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് അവരെ ഇരുത്തി അങ്ങനെ നല്ല നിലക്ക് ചോദ്യവും പറച്ചിലുമായി പോകുമ്പോ അതിന്റെ അവസാനത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവർ ഏതായിരുന്നാലും നല്ല ഉദ്ദേശമുള്ളവരല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. നിങ്ങളെ കെട്ടിവലിച്ച ആദർശത്തിലേക്ക് കൊണ്ടുവരണമെന്നോ നിങ്ങളുടെ കഴുത്തിൽ കുരുക്കിട്ട് വലിക്കണമെന്നോ എന്നൊന്നും ഞങ്ങൾക്ക് വാശിയില്ല. നേരെ മറിച്ച് ഇത് എത്തിച്ചു തരിക എന്നതല്ലാതെ, ഇത് പറയുക എന്നതല്ലാതെ, ഇന്ത്യൻ നിയമം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സത്യം വിളിച്ചു പറയുകയല്ലാതെ വേറെ ഒരു ബാധ്യതയും ഇവിടെ ഇല്ല. അത് വളരെ സുന്ദരമായി 10 മണി വരെ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ അറിയണം, അനുവദിക്കപ്പെട്ട സമയം പൂർത്തിയാകുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ള ആദർശം ചോദിക്കാൻ അവസരം കൊടുത്ത് ചോദ്യകർത്താക്കളെ വിളിച്ചിരുത്തി 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. 1 മണിക്കൂറല്ല, ഇവിടെ അവരുടെ പ്രതിനിധികൾക്ക് വരാമായിരുന്നു, ചോദിക്കാമായിരുന്നു, മൂല്യമാർക്ക് വരാമായിരുന്നു, ഖത്തീബമാർക്ക് വരാമായിരുന്നു, കിതാബ് അറിയുന്നവരെ വരാമായിരുന്നു, കിതാബ് ഓതിയവരെ വരാമായിരുന്നു, തെളിവുദ്ധരിക്കാൻ കഴിവുള്ളവരെ വരാമായിരുന്നു. എല്ലാവർക്കും തുറന്നൊരു വേദി ഒരുക്കി കൊടുത്തു. അത് മാന്യമായി ഉപയോഗിച്ച ആളുകളുണ്ട്. ഇനിയും മുഖാമുഖം തീരുന്നില്ല. കേരളത്തിന്റെ മണ്ണിലങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രസ്ഥാനം ഈ മുഖാമുഖവുമായി കടന്നുവരും, വാദപ്രതിവാദവുമായി കടന്നുവരും. ആരെല്ലാം ഉച്ചരിട്ടാലും ആരെല്ലാം തടുത്തു നിർത്താൻ ശ്രമിച്ചാലും ഈ മഹാപ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഞങ്ങൾ നിയമം ലംഘിക്കുന്നവരല്ല, നിയമം പാലിക്കുന്നവരാണ്.
നടത്തുന്നവരാണ്. നിയമം പാലിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. നിയമപാലകരായ ആളുകളെ മാനിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും അവരോട് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, ആ ദുആ ചെയ്തുകൊണ്ട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ വഴിക്കിട്ടത് കൊണ്ടോ വക്കാണം ഉണ്ടാക്കിയത് കൊണ്ടോ ഇവിടെ ബഹളം വെച്ചത് കൊണ്ടോ കാര്യമില്ല. മടങ്ങിപ്പോകൂ, ഇവിടുന്ന് തിരിച്ചു പോകൂ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലൂ. എന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് പോയി മുന്നോടിക്കൂ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു എടുത്തിട്ട് പോയിട്ട് വലതുഭാഗം ചെരിഞ്ഞു കിടന്നിട്ട് അവിടെ കിടന്ന് പറ, റബ്ബിനോട് പറ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക റഹ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൻജഅ വലാ മൽജഅ മിൻക ഇലൈക ആമന്തു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്ന് പറഞ്ഞു വായടച്ച് കിടക്ക്, ഉറങ്ങ്. എന്നിട്ട് രാത്രിയുടെ അന്ത്യാമത്തിൽ എഴുന്നേക്ക്. എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ രാത്രിയുടെ അന്ത്യാമത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചവനോട് ആത്മാർത്ഥമായി പറ, അല്ലാഹുവേ ഹിദായത്ത് എനിക്ക് തരണേ അല്ലാഹ്. ഹിദായത്തില്ലാതെ കോടികൾ എനിക്ക് തന്നത് കൊണ്ട് കാര്യമില്ല, എസ്റ്റേറ്റുകൾ എനിക്ക് തന്നത് കൊണ്ട് കാര്യമില്ല, വമ്പൻ ബിസിനസിന്റെ ഉടമയാക്കിയത് കൊണ്ട് കാര്യമില്ല. അല്ലാഹുവേ ഹിദായത്ത് എനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഹിദായത്തില്ലാതെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നാഥാ ഹിദായത്തിന്റെ നേരായ വഴിയിലേക്ക് എന്നെ നയിക്കണമേ. നാഥാ നിന്റെ സ്വർഗത്തിൽ എന്നെ എത്തിച്ചേർക്കണമേ. നബിമാർ നടന്ന മാർഗത്തിൽ നടക്കാൻ, സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും മാർഗത്തിലൂടെ നടക്കാൻ എനിക്ക് തൗഫീഖ് തരണേ എന്ന് പാതിരാത്രിയുടെ അന്ത്യാമത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ റബ്ബിന്റെ ദുആക്കുള്ള ഇജാബത്ത്, അല്ലാഹുവിനോട് ദുആക്കുള്ള ഇജാബത്ത് നിങ്ങൾക്കാക്ക്. അല്ലാഹു നിങ്ങൾക്ക് വഴി കാണിക്കും. പടച്ച റബ്ബ് നിങ്ങൾക്ക് വഴി കാണിക്കും. അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും വഴി കാണിച്ചു തരാൻ സാധ്യമല്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. ഈ കൂടിയ പുരുഷാരം മുഴുവനും ഹിദായത്തിലാകണമെന്ന് കൽബ് പൊട്ടി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കൊരാളെയും ഹിദായത്തിലാക്കാൻ കഴിയില്ല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, അവനെ ഹിദായത്ത് കൊടുക്കാൻ കഴിയൂ. അവന്റെ കയ്യിലാണ് ഹിദായത്ത്. ആ ഹിദായത്തിന് വേണ്ടി അല്ലാഹുവിനോട് കെഞ്ചൂ, പടച്ച റബ്ബിനോട് ചോദിക്കൂ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൂ. പടച്ച റബ്ബ് തരും എന്ന ആ റബ്ബിന്റെ വാദ ഓർമ്മപ്പെടുത്തി ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബേ റഹ്മാനെ, ഞങ്ങളുടെ പ്രവർത്തനം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇതിന് നീ അർഹമായ പ്രതിഫലം തരണേ റഹ്മാനെ. ഇവിടെ ഞങ്ങളെ എതിർക്കാൻ കൂടിയവരെയും ഞങ്ങളെ അനുകൂലിക്കാൻ കൂടിയവരെയും നാദാ നിന്റെ സ്വർഗത്തിലും തുണിയിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എതിർക്കുന്നവരെയും ഹിദായത്തിന്റെ വഴിയിൽ നടക്കുന്നവരായി കണ്ടുമരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിൽ നിന്ന് ഹസദും അതുപോലെ തന്നെ ശിർക്കും കുഫ്റും റിയാഉം സർവ്വവിധ തിന്മകളും എടുത്തു കളയണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിൽ നീ തൗഹീദ് നിറക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്നിലുള്ള ഈമാൻ നിറക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവസാനം നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിക്കാനും അവസാനം ആ മാർഗത്തിൽ ഷഹീദാകാനും നാദാ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.